ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി വരാൻ സാധിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഈ വരദാനങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാന ഒന്നാണ് faith. Faith in God, and faith about God, and faith about our salvific experience, നമ്മുടെ രക്ഷയുടെ അനുഭവം. ഈ വരദാനങ്ങളെല്ലാം നമുക്ക് ദൈവം തരുന്നത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനം. നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് തന്നെ ആർക്ക് വേണ്ടിയാണ്? For what or for whom God created us? Why God created us? God created us for Him, for God. Say everybody, God created us for God. അപ്പോൾ ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നൽകിയിരിക്കുന്ന എല്ലാ വരങ്ങളും ദൈവത്തിൻ്റെ വേണ്ടിയാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. ദൈവികമായ കാര്യങ്ങളിൽ കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗമാകുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്ത്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ സുഖകരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളിൽ നിന്നും വളരെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട് നമ്മളിലൂടെ. നമ്മുടെ ജീവിതം തന്നെ സന്തോഷകരവും സമാധാനപരവുമായി ജീവിക്കണമെങ്കിൽ ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഏത് രീതിയിൽ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ, എന്തിനു വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുവോ അത് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ നമ്മളിൽ വളരെയധികം സമാധാനം ഉണ്ടാകും. ചിലരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ കാരണം ഒരുപക്ഷെ ആ വ്യക്തിയുടെ അതുവരയ്ക്കും എന്താ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, യു കനോട്ട് ബി എ സ്ക്വയർ പ്ലഗ് ഇൻ എ റൗണ്ട് ഹോൾ. ഒരു വേൾഡിലെ എക്സ്പ്രഷനാണ്, പക്ഷെ എന്നാലും ദാറ്റ് മേക്സ് എ മീനിങ് ഇല്ലേ? യു കനോട്ട് ബി എ സ്ക്വയർ പ്ലഗ് ഇൻ എ round hole. If you are a square plug, you need a square opening to fit in. So if God has made us a square plug, God might have already made a position for us to fit in. അപ്പോൾ വരദാനങ്ങളിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്കിത് വെളിപ്പെടുത്തി തരും എന്താണ് നമ്മുടെ വിളി. അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചു. ലൂക്ക് ചാപ്റ്റർ 9. അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചു. 12 പേരെ ഈശോ വിളിച്ചു. ലൂക്ക് ചാപ്റ്റർ 9 വിളിച്ചിട്ട് ഉടനെ തന്നെ അവര് എല്ലാവരും മുക്കുവന്മാരും പല മറ്റ് ജോലികൾ ചെയ്തിരുന്നവരാണ്. അവർക്ക് എവാഞ്ചലൈസേഷനെ കുറിച്ചോ ദൈവവേലയെ കുറിച്ചോ യാതൊരു അറിവുമില്ല, ഒരു ഫോർമേഷനുമില്ല. വിളിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ 12 പേരെയും വിളിച്ചു. എല്ലാവരും ഏറ്റു പറഞ്ഞ്, അവൻ 12 പേരെയും വിളിച്ചു. സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും
രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. He called them, he gave them, he sent them. എല്ലാവരും ഈ 3 വിരലെടുത്തെന്ന് പറഞ്ഞ് he called them, he gave them, he sent them. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച്. He called, first is the call. അവൻ അവരെ വിളിച്ചു. വിളിച്ച ഉടനെ അവരെ അയച്ചു. പക്ഷെ അവരെ വെറുതെ അയച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ? അവരെ സകല വരദാനങ്ങളും നൽകിയിട്ട് അവരെ അയച്ചു. He gave them power and authority. അപ്പൊ ഈ 3 കാര്യം നമ്മളിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. He called us through our baptism and confirmation. He sent us, but he has also given us all power and authority. അതാണ് വരദാനങ്ങൾ. ഇപ്പൊ നമ്മളൊരു കാർപ്പൻറ്റർ വിളിച്ചു, ഒരു ടേബിൾ ഉണ്ടാക്കാൻ വിളിച്ചു. What do you expect him to bring with him? അവൻ എന്ത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ? Tools. He must have the proper tools. അവൻ കൃത്യമായ ഉപകരണങ്ങളില്ലാതെ ഈ മരം മുറിക്കാനോ മരം ഉപയോഗിച്ച് പണിയാൻ പറ്റുമോ? പറ്റില്ല. Impossible. So every work need a specific tool. So evangelization or the work of God also need certain tools. That is what the charisms or വരദാനങ്ങൾ എന്ന് പറയുന്നത് ഉപകരണങ്ങളാണ്. They are tools for the work of God. അതുകൊണ്ടാണ് ഈശോ അവരെ വിളിച്ചിട്ട് അവർക്ക് എല്ലാ ടൂൾസും കൊടുക്കുകയാണ്. എന്തെല്ലാമാണ് കൊടുത്തത്? പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുള്ള ശക്തി, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനുള്ള ശക്തി, സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള വരം, ഇതെല്ലാം കൊടുത്തിട്ട് അവരെ അയച്ചു. ഇതൊന്ന് എളുപ്പം മനസ്സിലായില്ലേ? ഇപ്പൊ ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ചു, അവൻ അവർക്ക് എല്ലാ വരദാനങ്ങളും കൊടുത്തു, അവരെ അയച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ഈശോ വിളിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. We are called. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കുറവ്. ഞാൻ നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പള്ളിയിൽ പോയി വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുവെങ്കിലും ഒരു 40 വയസ്സായപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. As a Christian, I have a duty to do something. ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു ദൗത്യമുണ്ട്. അതിന്റെ മാമോദീസായിലൂടെ തന്നെ എനിക്ക് ലഭിച്ചിട്ടുള്ളതാണെന്നും അത് ചെയ്യുമ്പോൾ മാത്രമേ എന്നിലുള്ള ക്രിസ്തീയ വീര്യം ഉണരുകയുള്ളൂ. I hope that expression is better. നമ്മളിലുള്ള ഒരു ക്രിസ്തീയ വീര്യം. Otherwise we are like a dead Christians. ആ ക്രിസ്തുവിന്റെ ശക്തിയുടെ ഒരു പ്രധാന ഭാഗം കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. എന്തിനാ? ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ബന്ധിതർക്ക് മോചനം നൽകുക. That part of Christian power we have not operated. ഇത് നമ്മളെ ആരും പഠിപ്പിച്ചില്ല. എൻ്റെ കാര്യത്തിൽ അന്നുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ചെയ്യേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇന്നും ജനറലി അതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. But that is not.
ആ 40 വയസ്സ് കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് പുതിയ പുതിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി. ദൈവം എന്നോട് സംസാരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ ദൈവസ്വരം ശ്രവിക്കാൻ തുടങ്ങി. കർത്താവ് എന്നോട് പറയുകയാണ്, വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. നിനക്ക് പോകാമോ? എനിക്ക് വേണ്ടി പോകാമോ? Yes, Lord. Yes, I shall. And there you go. ഉടനെ അത്ഭുതകരമായ ശക്തി പ്രവർത്തനങ്ങൾ എന്നിലങ്ങ് ആരംഭിക്കുകയായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനിങ്ങനെ വചനമെല്ലാം വ്യാഖ്യാനിക്കാനും ബൈബിൾ പഠിപ്പിക്കാനും എല്ലാം പറ്റും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് അത്ഭുത രോഗശാന്തികൾ കിട്ടുന്നത്. Never I thought about it. But they were in me. They were in each one of us. They are in each one of us. Through our baptism. Why? Because He called them. He gave them power and authority, and He sent them. ആ സെൻഡിങ് മനസ്സിലായി കഴിഞ്ഞതോടുകൂടി ഇതെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു അധികം സമയം. I was an engineer by profession and I was doing marvelous engineering jobs. അതിൻ്റെ ഇടയിലാണ് ഇതിങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുന്നത്. So it's also for you. You are also working in a professional career, but in between you can do many things. അപ്പൊ അങ്ങനെ അന്ന് ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകം എന്നിലങ്ങ് കത്തി ജ്വലിക്കാൻ തുടങ്ങി. Of course I was listening the talks of some great preachers, Father Rufus Pereira, James D'Souza, Matthew Naik Ambarambil, ഇവരുടെ എല്ലാം ടോക്കുകൾ ഞാനിങ്ങനെ കാസറ്റിൽ കേൾക്കുമായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇന്ത്യൻ ട്രെയിൻ ഈസ് എ ലോങ് ജേർണി. ഞാൻ ബോംബെയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് പോവായിരുന്നു. അവിടെ ഒരു സിമെന്റ് ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തമായ ഒരു പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് വരദാന അഭിഷേകം. വരങ്ങൾ അഭിഷേകമാകാൻ തുടങ്ങി. ഞാൻ ആ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭാഷാപരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്താ എനിക്ക് സംഭവിക്കണമെന്ന് അറിയുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം ഇതാണല്ലോ പെന്തക്കോസ്ത ദിവസത്തിൽ ആ അപ്പസ്തോലന്മാർക്കുണ്ടായ അതേ പ്രതിഭാസം. അങ്ങനെ ഞാൻ ആ ദൈവാനുഭവത്തിൽ ലയിച്ചിരിക്കുമ്പോഴാണ് another gift, hearing the voice of God. ദൈവത്തിന്റെ സ്വരം എനിക്കിങ്ങനെ കേൾക്കാൻ തുടങ്ങി. ആരെനിക്കായി പോകും? വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. 2-3 പ്രാവശ്യം ഇത് കേട്ടു. ഞാൻ പോകാം എന്ന് പറഞ്ഞതോടുകൂടി എന്നെ വളരെ ശക്തമായ കൂടുതൽ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറച്ചു. ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷം, വലിയ ഒരു ആത്മീയ നിർവൃതി എന്ന് മാത്രമല്ല ഒരു ആത്മീയ വീര്യം നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന കുറെ ഹിന്ദുക്കളാണ് അവര് ചോദിച്ചു, അരെ ഭായ് ക്യാ ഹോ ഗയ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ എനിക്കെന്തോ അസുഖം ഉണ്ടായ മാതിരി അവർക്ക് തോന്നി, അല്ലെങ്കിൽ അസുഖമാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞ് ദൈവത്തിന്റെ അനുഭവം ഉണ്ടായി എനിക്ക്. ദൈവത്തിന്റെ അനുഭവം, ദൈവത്തിന്റെ. അപ്പോ 2 പേര് കൂടുതൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
അപ്പൊ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു, യേശുവിൻ്റെ ഈസാ മസീഹ അനുഭവ, യേശുവിൻ്റെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ഈ രണ്ടുപേരിൽ പുറവശത്തുനിന്ന് ഒരാൾ ഓ तो ईसाइयों का भगवान है, हमारा कोई संबंध नहीं है, इधर आओ. അത് ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, നമ്മൾക്ക് അവരുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, നമുക്ക് ഇങ്ങോട്ട് പോകാം. അപ്പൊ എനിക്കതൊരു ചൊടിപ്പിക്കലും എന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരു ഉത്തരം കൊടുക്കണമെന്ന് തോന്നി. ഞാൻ ഉടനെ വളരെ സ്നേഹത്തോടെ प्रभु ईसा मसीह सिर्फ ईसाइयों का निजी संपत्ति नहीं है. जीसस क्राइस्ट इज नॉट ए प्राइवेट प्रॉपर्टी ऑफ क्रिश्चियंस. ഞാനങ്ങ് പറയാൻ തുടങ്ങി. ഇപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൈ ഗോഡ് വിത്ത് വാട്ട് അണ്ടർസ്റ്റാൻഡിങ് ഐ സ്പോക്ക്. ഈ ട്രെയിനില് ഇതിപ്പോ നിങ്ങൾ ധ്യാനം കൂടാൻ വേണ്ടി വളരെയധികം പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. In a very beautiful place, such a holy place. ഇത് നമ്മുടെ ഇന്ത്യൻ ട്രെയിനിൽ അതിൻ്റെ ഇടയ്ക്ക് കടല കപ്പലണ്ടി ചായകരം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആൾക്കാരോട് നടക്കണം. അവിടെയാണ് ഞാൻ പറയാണ് യേശു ക്രിസ്തു